ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ലിറ്റിൽ വേൾഡ്. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? നല്ല നാടൻ ഗോതമ്പ് കുത്തിയതാണ് കേട്ടോ. നല്ല നാടൻ രീതിയിൽ തന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷും കൂടെയാണ് ഇത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കനും കൂടെ ഒന്ന് ഇനേബിൾ ചെയ്ത് നിങ്ങളെ കമൻറ്റുകളൊക്കെ ഒന്ന് രേഖപ്പെടുത്തിയിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കുറച്ച് ഗോതമ്പ് എടുത്തിട്ട് നനച്ച് കൊടുത്തിട്ടുണ്ട്. കഴുകിയതിന് ശേഷം ഒന്ന് നനച്ച് കൊടുത്തതാണ്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഉരലിലോട്ട് ഇട്ട് കൊടുക്കണം. നമ്മൾ ഉരലിലോട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ നന്നായിട്ട് ഇങ്ങനെ ഇതാക്കാൻ വേണ്ടി എക്സ്പേർട്ട് ആയതുകൊണ്ട് എന്നോട് ആദ്യം തന്നെ അമ്മ പറഞ്ഞു ഈ എടുക്കണ്ടാന്ന്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവല്ല ഞാൻ എത്രത്തോളം എക്സ്പേർട്ടാണെന്ന്. എനിക്കിതിൻ്റെ ABCDയും കൂടെ അറിയില്ലായിരുന്നു. അപ്പോൾ ഉമ്മ ഹെൽപ്പ് ചെയ്തു. ഉമ്മ തന്നെ ആണ് കേട്ടോ. അത് ഉമ്മൻ്റെ ഒരു റെസിപ്പിയും കൂടെയാണ്. ഉമ്മനെ ഇടിച്ചിട്ട് അതങ്ങനെ ചെയ്തു. 3 തവണ ഇടിച്ചിട്ട് അതിൻ്റെ തവിട് നമ്മൾ മാറ്റി കൊടുക്കണം. ഇനി ഞാനത് തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ കുത്തിയിട്ടുണ്ടായിരുന്ന ഗോതമ്പ്. ഇനി അതൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക. അപ്പം ഏകദേശം നമ്മൾ അരിയൊക്കെ വേവിക്കൂലേ, അതുപോലെ അതിന് കണക്കാക്കിയിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി നമ്മൾ അപ്പോൾ ഇനി നമുക്ക് ശർക്കര ലായനി ഉണ്ടാക്കിയെടുക്കണം. അതിന് ഞാനൊരു 8ഓളം ശർക്കര എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ലായനിയാക്കി എടുക്കാം. തേങ്ങ ചെറുകിയതിന് ശേഷം തേങ്ങാപ്പാലും അതുപോലെ തന്നെ സാധാരണ ഒരു തേങ്ങയാക്കി എടുക്കാം. ആയിട്ട് തേങ്ങ ഇടുന്നുണ്ട്. അപ്പോൾ രണ്ടും കൂടെ ആക്കുക. പിന്നെ നമുക്ക് കുറച്ച് ഏലക്കായും കൂടെയാണ് വേണ്ടത്. അപ്പോൾ അതാ നമ്മൾ ഗോതമ്പ് ഒരു 4 വിസിലായപ്പോഴത്തേക്കും നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഉരുക്കി വെച്ച ശർക്കര ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കണം. ശർക്കരേൻ്റെ വെള്ളം കേട്ടോ ഇത്. നമ്മൾ ശർക്കരയിൽ തന്നെ ഓൾറെഡി കുറച്ച് ഉപ്പുണ്ടാവും. അതുകൊണ്ട് നമ്മൾ വേവിക്കുമ്പോൾ ഒരിത്തിരി ഉപ്പും കൂടെ ഇട്ടിട്ട് ഗോതമ്പ് വേവിക്കാൻ നോക്കുക. ഞാനത് പറയാൻ മറന്നുപോയി. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് തേങ്ങാപ്പാൽ, നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങ ഒന്ന് മിക്സിൻ്റെ ജാറിലോട്ടിട്ട് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ ഒരു തേങ്ങാപ്പാലും കൂടെ ഒന്നിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആ തേങ്ങാപ്പാലും ശർക്കരയൊക്കെ ഒന്ന് മിക്സൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ സാധാരണ തേങ്ങ മാത്രമാണ് കേട്ടോ ഇനി ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ ഏലക്കായ ഇനി നമ്മൾ മറന്നു പോകാൻ പാടില്ലല്ലോ. അപ്പോൾ ഏലക്കായും കൂടെ ഒന്നിട്ട് കൊടുത്തതിന് ശേഷം ഞാനൊരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് നമുക്ക് വറവിന് ആവശ്യപ്പെട്ട ചുവന്നുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചുവന്നുള്ളിക്ക് ശേഷം നമ്മൾ തേങ്ങ കൊത്തിയതുണ്ടല്ലോ, നമ്മൾ ചെറിയ ചെറിയ പീസാക്കി എടുക്കൂലേ, അതും അതുപോലെ തന്നെ കുറച്ച് അണ്ടിയും മുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമ്മൾ ഈ ഒരു നേരത്തെ ഉണ്ടാക്കി വെച്ച ഗോതമ്പ് കൂട്ടിലോട്ട് ഇതൊന്ന് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതാ നമ്മളെ ഗോതമ്പ് കുത്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. നല്ല അടിപൊളി കിടിലൻ ടേസ്റ്റുള്ള ഒരു നാടൻ ഗോതമ്പ് കുത്താണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാതെ വരേക്കും. ബൈ, സീ യു ഓൾ.